ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണേ. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു. ഇത് ശനിയാഴ്ച ദിവസത്തെ വ്ളോഗാണ്, അതായത് ഇന്നലത്തെ വ്ളോഗാണേ. അപ്പോൾ അതാ രാവിലെ തന്നെ എണീറ്റ്. ഇതെൻ്റെ ഒരു മെഷറിംഗ് കപ്പ് പോലെ ഞാൻ യൂസ് ചെയ്യുന്ന കപ്പാണ്. ഇതെൻ്റെ അപ്പൂപ്പൻ്റെ കപ്പാണ് കേട്ടോ. അപ്പൂപ്പൻ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എനിക്ക് തന്നു, അങ്ങനെ വരുന്നൊരു കപ്പാണ്. ഭയങ്കര ഹെവിയാണിത്, ഭയങ്കര വെയിറ്റാണ്. അപ്പം ഈ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. വിത്തൗട്ട് ഷുഗറാണ് കുടിക്കുന്നത്. അപ്പം ഷുഗർ ഉണ്ടായിട്ടല്ല, നമുക്ക് നല്ലതാണല്ലോ. ഇപ്പോൾ എല്ലാവരും ഷുഗർ കട്ടൊക്കെ ചെയ്യുന്നില്ലേ. ഞാനങ്ങനെ ഷുഗർ കട്ടൊന്നും ചെയ്യാറില്ല. എന്നാലും കോഫിയിലും ചായയിലും ഇപ്പം ഇടാതെ കുടിക്കാൻ ശ്രമിക്കുന്നതിന് കാരണം കോഫിയുടെയും ചായയുടെയും ഒക്കെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് എനിക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല. ശമ്പൂട്ടിന് പക്ഷേ ദോശ ഉണ്ടാക്കി കൊടുക്കണം. അപ്പം ദോശയെല്ലാം ഉണ്ടാക്കി സിമ്പിളായിട്ട് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും ദോശയും കൂടെ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാനാണ് തോന്നിയത്. അപ്പം പറഞ്ഞതുപോലെ വൈകുന്നേരം പച്ചക്കറി വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ ശനിയും ബുധനും പച്ചക്കറി വരും. അപ്പോൾ 3 ദിവസത്തേക്കുള്ള സാധനങ്ങളാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ എനിക്ക് ഇന്ന് എന്തായാലും തുടയ്ക്കണം. നമ്മൾ ഓരോ സാധനമായിട്ട് ക്ലിയർ ഔട്ട് ചെയ്ത് വരുമല്ലേ. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് പപ്പായ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്നാൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാമെന്ന് ഞാൻ കരുതി. കാരണം ഇന്നെന്തായാലും വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കുമ്പം പിന്നെ അതും അതിനകത്ത് ഇരിക്കണ്ടേ എന്ന് എഴുതിയിട്ട് ഞാൻ പപ്പായയും ശമ്പുട്ടിന് ദോശയെടുത്തു. അപ്പം ഈ സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ലേസി ഡേ ആണെങ്കിലും ശമ്പൂട്ടൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അവൻ രാവിലെ പതിവ് പോലെ എണീക്കും. അതുകൊണ്ട് തന്നെ 8 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയും. ആ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീക്കും. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഈ സാറ്റർഡേ സൺഡേ ആണ് ടി വി ഒക്കെ കണ്ടിട്ട് ആരാംസെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത്, ലഞ്ചൊക്കെ കഴിക്കുന്നത് അങ്ങനെ. അപ്പം ഞാനും കാണുന്നത് കാർട്ടൂൺ തന്നെയാണ് കേട്ടോ. പുതിയ സംഭവങ്ങളൊക്കെ ഡെയിലി പുതിയ കാർട്ടൂൺസാണ് അവൻ കാണുന്നത്. അപ്പോൾ ഈ കൈ കണ്ടോ, ഇതിങ്ങനെ ഫുഡ് കഴിച്ച് കഴിയുന്നിടം വരെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. അത് കാണുമ്പം എനിക്ക് മനസ്സിലായി. ഇനി കൊള്ളില്ലെങ്കിൽ നേരെ തമ്പ് റിവേഴ്സായിട്ട് ഇങ്ങനെ കാണിച്ചു തരും. അപ്പം നമുക്ക് മനസ്സിലാവും, അവൻ്റെ വായിന്ന് പറഞ്ഞില്ലെങ്കിലും അവൻ്റെ ഒരു ജസ്റ്ററിൽ മനസ്സിലാവും ഫുഡ് നല്ലതാണോ മോശമാണോ എന്നുള്ളത്. അപ്പോൾ ദോശ നല്ല ക്രിസ്പി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവനങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ഞാനതുകൊണ്ട് തന്നെ കുറച്ച് മൊരിച്ചിട്ടുള്ള ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത്. അപ്പം സാമ്പാറൊന്നും കൂട്ടില്ല, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താലായി, ഡിപ്പ് ചെയ്തില്ലെങ്കിൽ ഇല്ല. അങ്ങനെയാണ് അവൻ്റെ ദോശ കഴിപ്പ്. പക്ഷേ നമ്മൾ ചമ്മന്തി ഇല്ല, ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ അത് മൊത്തം ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ കഴിഞ്ഞ ദിവസമല്ല 2-3 ദിവസം മുമ്പേ ഇങ്ങനെ മെഹന്തിയുടെ ബാക്കി അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ എഴുതി കൊടുത്തതാണ്. ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറയും പെൺകുട്ടികളാണ് അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയുമ്പം ഇല്ല അമ്മ, പെൺകുട്ടി ആൺകുട്ടിയൊന്നുമില്ല, എല്ലാവർക്കും ചെയ്യാമെന്നൊക്കെ പറയും. ഇവിടെ എല്ലാ കുട്ടികളും മെഹന്തിയൊക്കെ ഇടാറുണ്ട്. നമ്മുടെ നോർത്ത് ഇന്ത്യൻസ് കണ്ടിട്ടില്ലേ, കല്യാണത്തിൻ്റെ സമയത്ത് ജെൻസും ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഈ കണ്ടത് എന്താണെന്നറിയോ, ഇന്നൊരു ക്രാഫ്റ്റ് അല്ല, അവനെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താം. എനിക്ക് കുറച്ച് കേക്കിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവനെ ഒന്ന് എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പണിയാണ്. നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കുറച്ച് കോൺഫ്ലവർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ചെയ്തേക്കാമെന്ന് കരുതിയിട്ട്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതല്ല, എനിക്കിനിയിപ്പം ആവശ്യമില്ല അതിനെക്കൊണ്ട്. കാരണം പൊട്ടിച്ചിട്ട് എങ്ങനെ 1 മാസം കഴിഞ്ഞ ഒരു കോൺഫ്ലവറാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അതങ്ങനെ എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഇത് പറയുന്നു. അപ്പം നമ്മുടെ ഒബ്ലക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവൻ തന്നെ മിക്സ് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഒബ്ലക്കിൻ്റെ ആ ഒരു നമ്മുടെ ടെക്സ്ചർ വരുമല്ലോ കോൺഫ്ലവറിൽ. അപ്പം ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നതാണ്. പക്ഷേ അബദ്ധമായി പോയെന്ന് തോന്നി. കാരണം അവനേക്കാൾ കൂടുതൽ ഞാനാണ് അതിൽ കളിച്ചത്. അവന് കയ്യിലേക്ക് ഇത് പറ്റുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൂടെ മാറ്റണമല്ലോ. ഈ കറിയൊക്കെ ഒഴിച്ച് ചോറ് കുഴച്ച് കഴിക്കാൻ സംഭവത്തിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ വാരി കഴിച്ചോളും, അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ സ്റ്റിക്കായിട്ടുള്ള സാധനങ്ങളിലൊക്കെ കുറച്ച് നേരം തൊട്ട് അതിൻ്റെ ആ ഒരു ഫീലിങ്സ് അവന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ഒന്നാമത് തുടങ്ങി വെക്കുന്നത്. അപ്പോൾ ഊബ്ലക്ക് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ പണിക്ക് ചെയ്യാൻ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നേരം സ്വന്തമായിട്ടും കളിച്ചു. വന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാന്ന് എഴുതി വീഡിയോയും കളിച്ചു. അപ്പോഴത്തേക്ക് അത് കുറച്ച് ഹാർഡായി. പിന്നെ വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ ആ ഒരു സമയം ഫുൾ അത് കളിച്ചുകൊണ്ടിരുന്നു. ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ഞാനും ശമ്പൂട്ടനും അതിനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടാണ് ഞാൻ എൻ്റെ പണിക്ക് പോയത്. അതിനുശേഷം ശമ്പൂട്ടനും പിന്നെയും കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഒരു ചേച്ചി വിളിച്ചിട്ട് നാളെ ഒരു കേക്ക് വേണമെന്ന് വീണ്ടും പറഞ്ഞത്. അപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് പോകണമല്ലോ സാധനം മേടിക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ശമ്പൂട്ട വായു നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം, സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് കേക്കിനുള്ള ക്രീം, മൈദ അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ അധികം മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നമ്മളങ്ങനെ ഒരു ഡെയിലി നമുക്ക് കേക്കിന് ഓർഡറൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അത്രയും സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയിട്ട് മേടിക്കും, അല്ലെങ്കിൽ ചേട്ടന്മാർ ആരോടെങ്കിലും ഒന്ന് ഹെൽപ്പ് ചോദിക്കും.
അങ്ങനെയാണ്. അപ്പം എന്തായാലും നമുക്ക് പുറത്ത് കൊണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റെല്ലാം ലഞ്ചെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് അങ്ങ് കഴിച്ചു. കാരണം ഇനി അവന് വേറെ പ്ലേറ്റിലെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ സമയം ഇരിക്കും. പ്രത്യേകിച്ച് സാറ്റർഡേ ആയതുകൊണ്ട് TV കണ്ട് അങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവൻ വാരിക്കൊടുത്ത് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ പുറത്ത് പോവാണ്. പുറത്ത് പോയിട്ട് നമുക്ക് അത്യാവശ്യം മേടിക്കാനുള്ള ഇപ്പം എനിക്കൊരു അബദ്ധം പറ്റുന്നത് എന്താണെന്നറിയാമോ? സാധനങ്ങൾ മേടിച്ച കൂട്ടത്തിൽ നമ്മൾ വേറൊരു കടയിൽ കയറി മുട്ട മേടിക്കാൻ കയറാൻ വേണ്ടി പ്ലാൻ ഉണ്ടായിരുന്നു. സത്യത്തിൽ ആ കടയിൽ മുട്ടയില്ലായിരുന്നു. അന്നേരം മുട്ടയുടെ സ്റ്റോക്ക് തീർന്നായിരുന്നു. ഇത് നമ്മുടെ ക്യാൻറ്റീൻ്റെ അണ്ടറിൽ തന്നെ ഉള്ളൊരു കടയാണിത്. അപ്പം അവിടെ നമുക്ക് ആവശ്യമുള്ള മൈദ, പഞ്ചസാര, ക്രീം, കേക്കിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ട് വന്നിട്ടാണ് ഈ മുട്ടക്കടയിൽ കയറുന്നത്. മുട്ടക്കടയിൽ ചെന്നപ്പോൾ മുട്ടയില്ല. ഓക്കെ ശരി എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോൾ പുള്ളിയോട് പറഞ്ഞു മുട്ട വരുമ്പോൾ എത്തിച്ച് തരണമെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ പറഞ്ഞു ഇനി വരണ്ട, മുട്ട വരുമ്പോൾ വീട്ടിൽ എത്തിച്ച് തരാമെന്നോട്ട് എത്തിച്ച് തരുകയും ചെയ്തു. അതാണ് അബദ്ധമായി പോയതേ. കാരണം തിങ്കളാഴ്ച നാളെ തൊട്ട് നവരാത്രി വ്രതം തുടങ്ങുമല്ലേ. അപ്പോൾ നമ്മൾ മുട്ട, മീൻ, ഇറച്ചിയൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇനി ആ ഒരു ട്രേ മുട്ട എന്ത് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ആലോചന. ശരി, എന്തായാലും കേക്കിനൊക്കെ വേണം, അത് വേറെ കാര്യം. എന്നാൽ നമ്മൾ കഴിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. അപ്പം എന്തായാലും ശരി, നമ്മൾ വന്നു. പിന്നെ ആ ഒരു നവരാത്രിയുടെ ബോധം വന്നപ്പോഴത്തേക്ക് പിന്നെയും വീട്ടിലെ ഫുള്ള് ബെഡ്ഷീറ്റെല്ലാം ചേഞ്ച് ചെയ്തു. അങ്ങനെ വീടെല്ലാം ഒന്നും കൂടി ഒന്ന് ക്ലീനിങ് ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡിലേക്ക് പിന്നെ പോയി കാര്യങ്ങൾ. പിന്നെ പുറത്ത് പോയിട്ട് വന്നതല്ലേ, അപ്പം ശമ്പൂട്ടൻ വേഗം കുളിയെല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ കുളി നനയെ ഒന്നും ഇന്ന് കഴിഞ്ഞിട്ടും ഇല്ല. കാരണം ഈ ഉബ്ലക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടിയൊക്കെ ആവുമല്ലോ, എന്തായാലും പണിയുണ്ട് എന്ന് കരുതിയിട്ട് രാവിലെ നമ്മുടെ കുളി നനയൊന്നും കഴിഞ്ഞിട്ടില്ല, സാറ്റർഡേ അല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ ഞാൻ ഈ ക്ലീനിങ് ഒക്കെ നടക്കുന്ന സമയം കൊണ്ട് ശമ്പൂട്ടൻ പുറത്ത് പോയിട്ട് വന്നതല്ലേ. അപ്പോൾ ആകെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കസർത്താണ് ഈ കാണുന്നത്. അപ്പം ഇത് കുറച്ച് നാളായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. ഞാനും കൂടെ വീട്ടിലുള്ളപ്പോൾ മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തുള്ളപ്പോഴേ ചെയ്യാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും മുഖം കുത്തി വീണാൽ അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് പോയിട്ട് വന്നപ്പോൾ കുറച്ച് മിൽക്ക് ഷേക്കും അതേപോലെ നമ്മുടെ ഐസ്ക്രീമും ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. അതിനുശേഷം പിന്നെ എന്നാലും കുറച്ച് നേരം അവനെ പിടിച്ചെടുത്ത് ഉറക്കണം. കാരണം അല്ലെങ്കിൽ എൻ്റെ ബാക്കി പരിപാടി ഒന്നും നടക്കില്ല. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരുന്നാൽ പുറകെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവനും കൂടെ കുറച്ച് അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പണിയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ആളെ ഒന്ന് ഉറക്കിയേക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഉച്ചക്കത്തെ ഉറക്കം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അവൻ എപ്പോഴും പെട്ടെന്ന് ഉറങ്ങിത്തരും. അങ്ങനെ കുറച്ച് നേരം ചിരിയും കളിയും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആൾ ഉറങ്ങി. അപ്പോൾ എനിക്ക് ഇന്ന് കൊടുക്കാനുള്ള കേക്കായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കി, നമ്മുടെ ബ്രെഡൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ആ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ വെജും നോൺ വെജും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതേപോലെ നമ്മൾ ഓരോ വീഡിയോ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നമ്മളൊരു വീഡിയോ കാണുമ്പം അതേ സ്പീഡിൽ ചെയ്യാൻ നമ്മൾ നോക്കില്ല. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നതാണ് റിയൽ സ്പീഡ്. കാരണം നമ്മൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ കേക്കിനെ ഡീൽ ചെയ്യേണ്ടത്. നമുക്ക് കുറച്ചും സ്പീഡിലുണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. കറക്റ്റായിട്ട് ഒരു നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഓരോ നമ്മൾ ബീറ്റ് ചെയ്യുന്നതിനും നമ്മൾ ഓരോ പ്രോസസ്സിൻ്റെ സമയത്തും ഓരോ രീതിയിലാണ് ക്രീം ബീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി സ്റ്റിഫ് പീക്സ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പെർഫെക്ഷൻ കിട്ടത്തില്ല. കുറച്ച് സോഫ്റ്റ് പീക്സ് ഉള്ളപ്പോൾ തന്നെ ക്രീം എടുക്കണം. അതല്ലാതെ ഉള്ളിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത്, ഫില്ലിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു കട്ടിക്കുള്ള രീതിയിലാണെങ്കിൽ, കുറച്ച് സ്റ്റിഫ് പീക്സ് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സ്റ്റേബിളായിട്ടും സ്റ്റഡി ആയിട്ടും നമുക്ക് ട്രാവൽ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കേക്ക് കിട്ടും. ഇപ്പോൾ സപ്പോസ് 2 ടയർ കേക്കോ അല്ലെങ്കിൽ 3 ടയർ കേക്കോ അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് ഹൈറ്റുള്ള കേക്കോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്റ്റിഫ് പീക്സിൽ ഉണ്ടാക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റഡി ആയിട്ട് കിട്ടുകയും നല്ല കോർണേഴ്സൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയൊക്കെ ചെയ്യുക. ആ ഒരു ഷാർപ്പ് എഡ്ജൊക്കെ വരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ പൊതുവെ കേക്കിന് ഓർഡർ ചെയ്യുമ്പോൾ മാക്സിമം ഞാൻ അവരോട് ഡിസൈൻസ് ചോദിക്കും. എൻ്റെ തന്നെ ഡിസൈൻ എടുത്ത് പിന്നെയും ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എത്രയായാലും ചിലപ്പോൾ അതേപോലെ ഒരു സുഖം ഉണ്ടാവില്ല ആദ്യം ചെയ്തതുപോലെ. അപ്പം ഞാൻ മാക്സിമം അവരുടെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് പറയും, എക്സാക്ട്ലി ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുതെന്ന്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വൈകുന്നേരമായി, പച്ചക്കറി വണ്ടിയെല്ലാം വന്നു, വിളക്കൊക്കെ കൊളുത്തി. കേക്കിൻ്റെ പരിപാടി കൊണ്ട് പോയതുകൊണ്ട് വിളക്കൊന്നും കൊളുത്തിയത് പിന്നെ വീഡിയോ എടുത്തില്ല, അതൊക്കെ ഡെയിലി എടുക്കുന്നതല്ലേ. പിന്നെ പച്ചക്കറി വണ്ടി വന്നു, പച്ചക്കറിയെല്ലാം മേടിച്ചു. അത്യാവശ്യത്തിന് വേണ്ടി ഒരു 3 ദിവസത്തേക്ക് 4 ദിവസത്തേക്കുള്ളത് അങ്ങനെ മേടിച്ചു വെക്കും. പിന്നെ പുള്ളിക്കാരൻ വരാതെ ഇരുന്നിട്ടില്ല ഇതുവരെ, എല്ലാ ദിവസവും വന്നിട്ടുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു ദിവസം മുടക്കമൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ നമുക്ക് താഴെ പോയി മേടിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഇതെല്ലാം മേടിച്ചു.
ഈ പറഞ്ഞതുപോലെ വൈകുന്നേരവും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് ഉച്ചക്കത്തെ പോലെ ചോറും 2 ദോശ ഉണ്ടായിരുന്നു, അതും എല്ലാം എടുത്തിട്ട് നമ്മുടെ ഡിന്നർ അങ്ങ് ഫിനിഷ് ഓഫ് ചെയ്തു. ഈ പുഴുങ്ങിയ മുട്ട ചോറിൻ്റെ കൂടെ കഴിക്കുന്ന ശീലം നഴ്സിങ്ങിന് പോയ കാലം തൊട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ ദിവസം നമുക്ക് ഇങ്ങനെയായിരുന്നു.